ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു എരുന്തിൻ്റെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫ്രൈ ആണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഡ്രൈ ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. നമുക്ക് തോരനായിട്ട് നമ്മൾ സൈഡായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആ എരുന്തൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം വെന്ത് തണുത്തതിന് ശേഷം അത് ഇതിൽ നിന്ന് ഓരോന്നും ഇതുപോലെ വിട്ട് വരുന്ന പോലെ നമുക്ക് അതിൽ നിന്നെല്ലാം വേർതിരിച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ ഓരോന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയാം, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത്. അങ്ങനെ ഞാൻ എല്ലാ എരുന്തെന്നും നമുക്കതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കതിൻ്റെ വേസ്റ്റ് ഒന്ന് കളയണം. അപ്പോൾ ചിലർ വേസ്റ്റ് കളയാറില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ വേസ്റ്റ് കളയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കളയാൻ എളുപ്പമാണ്. കടുക്കേനെ പോലെ നമുക്ക് ഇത്ര പ്രയാസമൊന്നുമില്ല. ഇതുപോലെ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ വേസ്റ്റ് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതുപോലെ കളഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേസ്റ്റ് കളയാം. കുറച്ച് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കാണിക്കുന്നവരെ. അപ്പോൾ ഞാനതൊന്ന് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇനി അതിനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലിട്ടിട്ട് ഒരു 1-2 വിസിൽ അടിച്ചാലും മതി, അത് വെന്ത് കിട്ടാൻ. ഇനി അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. കാര്യമായിട്ട് അത് വേണ്ടത് മല്ലിയാണ്, പച്ച മല്ലിയാണ്. പിന്നെ ജീരകം, കുരുമുളക്. ഇത് ഏകദേശം ഒരു 2 സ്പൂണോളം ജീരകം എടുത്തിട്ടുണ്ട്. മല്ലി കുറച്ച് അധികം വേണം. ഞാൻ ഇതുപോലെ എടുത്തൊരു 6-7 സ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ ജീരകം, പിന്നെ ഒരു 2 സ്പൂണ് കുരുമുളക് നിങ്ങൾ ആവശ്യത്തിന് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 6 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ അല്ലിയാണ്, അതുകൊണ്ട് 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് പച്ചമുളക്, അത് ഞാൻ 3 ഇവിടെ എടുത്തത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അതും കൂട്ടാം. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ഞാൻ കുറച്ച് അധികം ഉപയോഗിക്കുന്നത്. അപ്പോൾ എരിവിന് കാര്യമായിട്ട് കുരുമുളകും പച്ചമുളകുമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് നന്നായി വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയിൽ ഇതുണ്ടാക്കണം, നല്ല ടേസ്റ്റ് അതാണ്. വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഒരു സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാളയും ഒരു 7-8 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ ചുവന്നുള്ളി വേണമെങ്കിൽ അതെടുക്കാം. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. നന്നായി ഒന്ന് വഴറ്റി, നന്നായി വഴറ്റേണ്ട, ഒന്ന് നന്നായി വാടി വരുമ്പോൾ നന്നായി വാടി വരണം. അത് വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായി വാടി വരുമ്പോഴേക്കും നമുക്ക് ആ കൂട്ടി മിക്സ് ചെയ്ത ആ മല്ലി, ജീരകം, കുരുമുളക്, ഇത് ആദ്യം 3ഉം കൂടി അടിച്ച് വെച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് രണ്ടാമത്തെ ഇതിൽ അടിച്ചാൽ മതി. അങ്ങനെ അടിഞ്ഞു കിട്ടുള്ളൂ. എന്നിട്ട് നന്നായി അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഈ മസാല കിടന്ന് നന്നായി മൂത്ത് വരണം. അതായത് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയി നല്ലൊരു സ്മെല്ല് വരും ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട്. അപ്പം നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കണം. ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ, പിന്നെ ഞാൻ കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഈ മസാലപ്പൊടി എല്ലാം നന്നായി വഴറ്റി കിട്ടുന്നത് വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. പെട്ടെന്ന് നിങ്ങൾ ഓഫ് ചെയ്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റ് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, ഈ മസാല നന്നായി മൂത്ത് വരണം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ആ ചീനച്ചട്ടി ഒന്ന് ചെരിച്ച് വെച്ചിട്ട്, ഇത് നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇത് മൂത്തതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫസ്റ്റ് ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് കുറച്ചൊന്ന് ചെരിച്ച് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. അത് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് ഞാൻ നന്നായി ചൂടാക്കിയിട്ട് നല്ല കളർ വരുമ്പോൾ ഇതൊന്ന് തട്ടിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് പിന്നെ ഉള്ളി ഇട്ടാലും മതി. പക്ഷെ അതിലും നന്നായി വരിക ഇങ്ങനെ ഇട്ടാലാണ്. അങ്ങനെ ഞാൻ എല്ലാം ഒന്നും കൂടി നന്നായി ഈ മുളക് പൊടിയൊക്കെ ഇതിലേക്ക് പിടിക്കുന്നത് വരെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റോളം അത് നന്നായി ഫ്രൈ ചെയ്യണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3-4 കോഴിമുട്ട എടുക്കാം, പക്ഷേ ഞാൻ 2 എടുത്തിട്ടുള്ളൂ. ആ 2 കോഴിമുട്ട കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി അടിച്ചിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കണം. ഇതിലേക്ക് ഒഴിച്ചിട്ട് ഈ മിക്സ് നന്നായി ഇളക്കിയെടുക്കണം. അപ്പോൾ കോഴിമുട്ടയൊക്കെ ഈ മിക്സ് കിടന്നിട്ട് ഒന്ന് നന്നായി വെന്ത് വരും. ഇതുപോലെ നന്നായി ഇളക്കണം.
അല്ലെങ്കിൽ ഒരു ഭാഗത്ത് തന്നെ വെച്ചിട്ട് കട്ടായി പോവും. അപ്പോൾ നന്നായി ഇളക്കിയിട്ട് ഇതിലേക്ക് നന്നായി ചേർത്തണം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. നിങ്ങൾക്ക് എത്രത്തോളം നല്ല കറിവേപ്പില കിട്ടുന്നോ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റാണ്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഈ എരുന്തും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട്, അതായത് എരുന്തിന് ഈ മസാലേൻ്റെ ടേസ്റ്റ് നന്നായി പിടിക്കണം. എരുന്ത് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അതുപോലെ ഈ മസാലയിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിക്കേണ്ടത്. ഉള്ളിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ നാളികേരമാണ് ചിരവി എടുത്തത്. അത് ഒരു മുറി നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നാളികേരം ഇഷ്ടപ്പെടാത്തൊരു കുറച്ച് നാളികേരം ഇട്ടാൽ മതി. അങ്ങനെ ഞാൻ കുറച്ച് നാളികേരം ആദ്യം ഇട്ടിട്ട് ഈ മിക്സിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഞാൻ അവസാനം നാളികേരം ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നാളികേരം ഇട്ടാൽ മതി, നാളികേരം ഇഷ്ടപ്പെടാത്തവർ. അപ്പോൾ നാളികേരം കൂടിയിട്ട് നന്നായി ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെയും കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും കൂടി ഇതിലേക്ക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ച് പുതിനേൻ്റെ ഇല അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ എരുന്തിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഫ്രൈ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. അതുപോലെ നിങ്ങളിതൊന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവരും വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾ എരുന്ത് ഇതുപോലെ തന്നെ വെക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.